പിഴയായി, നിന്റെ നാക്ക് പിഴച്ചു, അത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം തന്നെ നീ തന്നെ പറയുന്നുണ്ട്. എന്നെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ച് നീ ആയിരുന്നു അല്ലെ. പീഡന ശ്രമം തന്നെയാണ് അവിടെ നടന്നത് അല്ലെ. ടോർച്ചറിങ്ങും പീഡന ശ്രമം നമുക്ക് കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 2-3 ദിവസമായി രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം ആരുടെ ഭാഗത്താന്ന് വെച്ചാൽ ബിബിൻ ലാൽ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, ആളുടെ ഒരു ആൽബത്തിലേക്ക് രേണു സുധിയെ ക്ഷണിച്ചിരിക്കുകയാണ്. രേണു സുധിയാണ് നായകനായിട്ട് ആരാണെന്നുള്ളത് രേണു സുധി അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രേണു ദുബായിലുള്ള സമയത്താണ് ഈ ഒരു ആൽബത്തിലേക്ക് വിളിക്കുന്നതും അതിൻ്റെ പ്രൊഡ്യൂസർ ദുബായിലുള്ള ഒരു ലേഡിയാണെന്നും രേണുവിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ രേണു സമ്മതിച്ചു. ഇതിൻ്റെ ഇടയിൽ രേണു സുധി എടുത്ത് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ബിബിൻ ലാൽ നടത്തി. വിപിൻ ലാൽ എന്ന് പറഞ്ഞാൽ ഇയാൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ ഈ പറയുന്ന പോലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ, ഷൂട്ടിൻ്റെ കാര്യങ്ങൾ. അതിൽ 2-3 സീനുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തോ അയാൾക്ക് മുന്തിരി കഴിക്കാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ആ മുന്തിരി വെച്ച് കഴിക്കേണ്ട സ്ഥലങ്ങളും ഒക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓരോരോ ആഗ്രഹങ്ങൾ അയാളുടെയൊക്കെ. അയാൾക്ക് വേറെ ആരും കിട്ടിയില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആരെ കിട്ടിയാലും ഇതൊക്കെ നിർബന്ധിക്കുന്നത് അയാളുടെ ഭാര്യയും എന്തോരുണ്ടെന്ന് നിങ്ങൾ നോക്കണേ. അയാളുടെ ഭാര്യയാണ് നിർബന്ധിക്കുന്നത്. പിന്നെ ലിപ് ലോക്കും. ഇയാൾക്ക് എന്തിൻ്റെ കേടാണ്? സത്യം പറഞ്ഞാൽ അയാൾ പറയണ കേട്ടാലും രേണു പറയണ കേട്ടാലും സാമാന്യ ബോധം വെച്ചിട്ട്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, രേണു സുധിയെ യൂസ് ചെയ്ത് എന്തൊക്കെയോ ഒരു പരിപാടിയാണ് അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നില്ലെങ്കിൽ രേണു സുധിയുടെ വീഡിയോ ഇട്ട് വൈറലാക്കി അയാൾക്കൊരു ഫെയിം കിട്ടാൻ, അതല്ലാന്നുണ്ടെങ്കിൽ രേണു സുധിയുടെ വീഡിയോസ് വേറെ ഏതെങ്കിലും ഒരു ആപ്പിൽ ഇട്ടിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ. ഇതിലെന്തോന്നാണ് അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അതെന്തായാലും രേണു സുധി തമ്മിലുള്ള ചാറ്റ് ഞാൻ കുറച്ച് മുമ്പത്തെ ഒരു വീഡിയോയിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഓരോ യൂട്യൂബേഴ്സ് അത് പുറത്തു വിടുന്നുണ്ട്. ഈ ചാറ്റിൽ വളരെ വ്യക്തമായിട്ട് രേണു സുധി ഓരോ കാര്യങ്ങൾ പറയുന്നു. അയാൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ രേണു സുധി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ, അതായത് എന്നെ ഡ്രസ്സ് ഇടണം, എന്നെ സീനുകളൊക്കെ ഉണ്ടെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ. പക്ഷെ രേണു സുധി അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ് രേണു പറയുന്നത്. രേണു അവിടെ തിരക്കിലായിരുന്നു. ദുബായിൽ ചെമ്പരത്തി ബാർ റെസ്റ്റോറൻറ്റിൻ്റെ ഇനോഗ്രേഷന് പോയ രേണു 10-13 ദിവസം തിരക്കിലായിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഈ ഒരു വർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇയാൾ അയക്കുന്ന വോയിസിനൊക്കെ രേണു തംസപ്പ് അടിച്ചു വിട്ടു. ഒന്നും വോയിസ് കേട്ടില്ല, തിരക്കിനുള്ളിൽ കേട്ടില്ല, എന്തായാലും അഭിനയിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി എല്ലാം തംസപ്പ് അടിച്ച് വിട്ടു. അപ്പോൾ ഇയാൾ വിചാരിച്ചു രേണു എല്ലാത്തിനും സമ്മതിച്ചു. പക്ഷെ രേണു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതാണ്. അപ്പോൾ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇയാളുടെ വീട്ടിൽ വെച്ച് ഇയാളുടെ ഭാര്യയും മക്കളൊക്കെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇയാൾ ഇങ്ങനെയുള്ള സീനുകൾ കാര്യങ്ങളൊക്കെ പറയുന്നത്. രേണു ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ രേണുവിന് ഭയങ്കര മോശമായിട്ട് തോന്നി. രേണു അത് പറ്റില്ല എന്ന് പറഞ്ഞു. ബിക്കിനി ഇടാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂളിലേക്ക് ചാടണം. അപ്പോൾ അയാൾ ബിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഷോള് 3 ലെയറാക്കി ഷോള് കെട്ടിയിട്ട് ചാടിയാൽ മതിയെന്ന്. എത്ര 10 ലെയർ കെട്ടിയാൽ പോലും, 10 ലെയറല്ല, 3-4 ലെയർ ഇട്ടാൽ പോലും ഷോള് ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി കഴിയുമ്പോൾ വെള്ളം കൊണ്ട് ഒട്ടും. അത് ഇടുന്നതും എല്ലാം കണക്ക് തന്നെയാണ്. അങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുള്ള സ്ത്രീകളുണ്ടില്ലെന്നല്ലാട്ടോ പറയുന്നത്. പക്ഷെ രേണു തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് പറ്റില്ല എന്ന്. പിന്നെ പ്രജീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല, ദാസേട്ടന് പ്രജീഷ് ആണെങ്കിലും കുഴപ്പമില്ലെന്നും ബിബിൻ ലാൽ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഇങ്ങനെയുള്ള സീനുകൾ അഭിനയിക്കാൻ താല്പര്യമില്ലെന്നും രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ രേണു പറയുന്നത് അവരൊക്കെ എടുത്തു പൊക്കുന്ന പോലെയല്ല ഇയാൾ ഉദ്ദേശിക്കണമെന്ന്. ഇയാൾ വേറൊരു രീതിയിൽ ആ കാലൊക്കെ നല്ലോണം പൊങ്ങും, ആ രീതിയിൽ പറ്റൂല എന്ന് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലിപ് ലോക്കിൻ്റെ കാര്യമാണെങ്കിലും മുന്തിരിയുടെ കാര്യമാണെങ്കിലും നിർബന്ധിക്കുന്നത് ഇയാളുടെ ഭാര്യയാണ്. അവരൊക്കെ എന്ത് സ്ത്രീയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ എല്ലാ അഭിനയമല്ലേ, കലയല്ലേ അല്ലേ. ഇതിനെ കല എന്നൊന്നും പറഞ്ഞ് കളയാൻ പറ്റൂല കേട്ടോ. ഇത് കലയല്ല, ഇതൊരു കൊലയാണ്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും രേണു ഇന്നിപ്പോൾ അതിനെ പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എടാ വിപിൻ ലാൽ എന്ന് പറയുന്ന ഡയറക്ടർ നാണം കെട്ടവനെ, നിന്റെ ഇന്നത്തെ ഇന്റർവ്യൂ ഞാൻ കണ്ട്. അതിനകത്ത് നീ വെൽ പ്ലാൻഡ് ആണെന്ന് നിന്റെ വായും തന്നെ തെളിയിച്ചിട്ടുണ്ട്. നിന്റെ നാക്ക് തന്നെ നിനക്ക് പിഴയായി, നിന്റെ നാക്ക് പിഴച്ചു, അത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം തന്നെ നീ തന്നെ പറയുന്നുണ്ട്. ഈ ഓരോ കണ്ടന്റ് എടുത്തിട്ട് താത്തയായിട്ട്, അതായത് ഷഫീന ബീവി തെർത്താത്തയ്ക്ക് കൊടുക്കാനുള്ള കണ്ടന്റ് മാത്രമായിരുന്നു നിന്റെ ആൽബം എന്ന് പറയുന്ന പ്ലാൻ. എന്നെ പ്ലാൻ ചെയ്ത് നീയൊക്കെ വരുത്തിയിട്ട് എന്നെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ച് നീ. ഇതിനകത്ത് രേണു പറയുന്ന ഒരു വലിയൊരു മണ്ടത്തരമുണ്ട്. ഏതോ ഒരു യൂട്യൂബറിന് വേണ്ടിയിട്ട്, അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ മുടക്കി ഒരാൾ ആൽബം ചെയ്യുമോ? രേണുവിന് 5000 രൂപ അഡ്വാൻസ് എന്തോ കൊടുത്തിട്ടുണ്ട്. രേണു അത് തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. 1000-1800 രൂപത്തോളം ബസ്സിന് പൈസയായി. പിന്നെ അതും ഇതൊക്കെ രേണു വാങ്ങിച്ചിട്ട് അവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. തിരിച്ചു വരുമ്പോഴൊക്കെ രേണുവിൻ്റെ സുഹൃത്തുക്കളായ യൂട്യൂബേഴ്സിൻ്റെ കാറിലാണ് രേണു തിരിച്ചു വന്നത്. അപ്പോൾ അങ്ങനെ കുറേ ചിലവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൈസ ഒന്നും തിരിച്ച് 5000 രൂപ തിരിച്ച് തരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് കമ്മൽ രേണു പറഞ്ഞു 10-35 രൂപയുടെ കമ്മലാണ്. പക്ഷേ അയാൾ പറയുന്നത് 600-700 രൂപയുടെ കമ്മലാണ്. അതുപോലെ 10-35,000 രൂപയുടെ ചെരുപ്പ്, രേണുവിൻ്റെ ചെരുപ്പ് അയാളുടെ ഭാര്യയുടെ കയ്യിലുണ്ട്, അയാളുടെ കയ്യിലുണ്ട്.
പക്ഷെ അയാൾ പറയണ ആ ചെരുപ്പിന് 600-700 രൂപയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ എന്ന്. എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുപ്പിന്റെയും കമ്മലിന്റെയും പേരിലുള്ള വഴക്കുകളും കാര്യങ്ങളൊക്കെ നടക്കണം. എന്തായാലും സത്യം പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത 5000 രൂപ തരൂല. രേണു അത് പറയുന്നത് ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഷെഫീന ബീവിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അയാൾ പൈസ കൊടുത്തു എന്നാണ്. ആരെങ്കിലും ചെയ്യൂടെ അങ്ങനെയൊക്കെ? കള്ളു കുടിക്കുന്ന സീനൊക്കെ ആക്കിയിട്ട് വൃത്തികെട്ട രീതിയിൽ എന്നെ ആക്കി തീർത്തിട്ട് താത്തയ്ക്ക് കണ്ടന്റ് കൊടുക്കാനുള്ള വെൽ പ്ലാൻഡ് തന്നെയായിരുന്നു അല്ലെ. പീഡന ശ്രമം തന്നെയാണ് അവിടെ നടന്നത് അല്ലെ. ടോർച്ചറിങ്ങും പീഡന ശ്രമം നമുക്ക് കാണാം. പിന്നെ എന്റെ മീഡിയക്കാരായ സുഹൃത്തുക്കളെ, നീ തന്നെ നിന്റെ പ്രൊമോഷൻ തന്നെ എന്ന വാക്ക്, പീഡനം എന്ന് പറയുന്ന ഒരു വാക്ക് വളരെ നിസ്സാരമായിട്ട് രേണു പലരും പറഞ്ഞു കളയുന്നുണ്ട്. പക്ഷെ അത് നിസ്സാരമായിട്ടുള്ള ഒരു വാക്കല്ല രേണു. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അതിന് ഒരുപാട് എന്താ പറയുക വാല്യൂ ഉണ്ട്. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നെ പീഡിപ്പിച്ച് അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് പറയാൻ രേണുവിന് എങ്ങനെ തോന്നുന്നു? ഒരു സ്ത്രീയെ സംബന്ധിച്ച് എങ്ങനെ തോന്നുന്നു അല്ലേ? നിങ്ങൾ പറ. ഈ സ്ത്രീകൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നവരാ. നിങ്ങൾ പറ. ഒരു പീഡനം എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് രേണു പറയാണ്. എന്നെ പീഡിപ്പിച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാനാണ്. ഇത് ആർക്കെങ്കിലും പറ്റൂ? രേണു പറയുന്ന ഈ യൂട്യൂബർക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാൻ സ്വന്തം ജീവിതം വെച്ച് കളയാനായിട്ട് ഇയാളെന്ന മണ്ടനാണ്. ബിബിൻലാൽ എന്ന് പറയുന്ന വ്യക്തി എന്ന മണ്ടനാണ്. അയ്യേ, നീ തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെന്റെ രക്ഷകരായിട്ട് എത്തി. ഒത്തിരി നന്ദി അവർക്ക്. അതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്തായാലും നമുക്ക് കാണാം ഡയറക്ടറെ, ബാക്കി നമുക്ക് കാണാം. ഇപ്പൊ രേണു പറയണ പോലെ രേണുവിനെ അങ്ങനെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ രേണുവിനെ കൊല്ലാനോ സ്വിമ്മിംഗ് പൂളിലിട്ട് മുക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ വീട്ടിലിട്ട് തല്ലിക്കൊല്ലാനോ മറ്റു പീഡിപ്പിച്ചു കൊല്ലാനോ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇയാളെ വിളിച്ചതെന്നുണ്ടെങ്കിൽ രേണു കൊടുത്ത നമ്പറിൽ അവരെ തന്നെ ആ യൂട്യൂബേഴ്സിനെ തന്നെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമുണ്ടോ? അയാൾക്ക് വേറെ യൂട്യൂബേഴ്സ് ഇല്ലേ? എന്തിനാ അവർക്ക് കണ്ടന്റ് കൊടുക്കണേ? ഈ ഷെഫീന ബീവി ഇപ്പൊ രേണു പറയുന്നുണ്ട് പലർക്കും പല യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഈ ഒരു ആൽബം എന്ന് പറഞ്ഞ് രേണുവിനെ വിളിച്ചു വരുത്തിയത്. അവരെ വിളിച്ചു വരുത്തിയാൽ പോരായിരുന്നോ? എന്തിനാണ് രേണുവിന്റെ സുഹൃത്തുക്കളെ തന്നെ വിളിച്ചു വരുത്തിയത്? അയാളുടെ ഉദ്ദേശം അതായിരിക്കില്ലായിരിക്കാം അല്ലേ? പക്ഷേ അയാൾ വേറെ എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട് രേണുവിനെ വെച്ച് ചെയ്യാനായിട്ട്. ആ ഉദ്ദേശം എന്താണെന്നുള്ളത് അയാളുടെ നാവി നമുക്ക് കേൾക്കാം. അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്റെ വൈഫാണ് ചോദിക്കുന്നത്. ലിപ് ലോക്ക് അല്ല, ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ബാക്കി AI വെച്ച് സെറ്റ് ചെയ്യാന്നാ പറഞ്ഞു. അതിന്റെ മാക്സിമം ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും മാക്സിമം ഇന്റിമേറ്റ് ആവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവള് പറഞ്ഞു, അത് കുഴപ്പമില്ല, കടിച്ചു പറിക്കാന്ന് വിചാരിച്ചിട്ടാണ് കടിച്ചു പറിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞാണ്. എനിക്ക് ഞാനാണ് നായകൻ. എനിക്ക് എന്റെ ലിപ് ലോക്കിന് വേണ്ടി എന്റെ വൈഫാണ് പോയിട്ട് കൺവിൻസ് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും എനിക്കൊന്നും. എന്റെ വീട്ടിലാണ് അവൾ ഭക്ഷണം കഴിക്കുന്നത്. വന്നവരെന്ത് ചെയ്തു? അന്ന് രാവിലെ അല്ലേ, ഞാൻ മുക്കത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവരാണ് എന്നെ വിളിച്ചു. രാവിലെ തന്നെ മുക്കത്തിന് മുമ്പേ എന്നെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ റിസോർട്ടിലുണ്ട്. സത്യം പറയട്ടെ, ഇയാളുടെ വീഡിയോ കാണുമ്പോൾ ഇയാൾ അത്ര വലിയ മാന്യനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ നായികയായിട്ട് വിളിച്ചതാണ്. അവൾ എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്തിട്ടാണ് പറയുന്നത്. അതിൽ നിന്ന് തന്നെ ആ ഒരു വ്യക്തിക്ക് അത്രത്തോളം ദേഷ്യം രേണുവിനോട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതൊരു പക്ഷേ പകുതി വെച്ചിട്ട് ആൽബം നിർത്തിപ്പോയത് കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നില്ല അത് കേട്ടിട്ട് അല്ലേ. ഈ ബിബിൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് രേണുവിനെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം രേണുവിൻ്റെ കൂടെ അഭിനയിച്ച ഒരുപാട് പേര് വൈറലായിട്ടുണ്ട്. ഒരുപാട് പേര് ആരും അറിയാണ്ട് നോക്കാണ്ട് കിടന്നവരൊക്കെ ഇപ്പൊ 4 ആൾക്കാർ അറിയുന്ന രീതിയിലേക്ക് രേണു എത്തിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാണെങ്കിലും ആയിക്കോട്ടെ, ഇതിൽ എത്തിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് രേണു എത്തിക്കുന്നത്, എല്ലാവരുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ അതിലും എക്സ്ട്രീമായിട്ട് ഇയാൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് രേണുവിന് അത് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. എന്താ പറയുക, മുന്തിരി കഴിക്കണം, മുന്തിരി വെറുതെ കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷേ അയാളുടെ ഉദ്ദേശം അവിടെ ഇല്ലായിരുന്നു. ഇയാൾ എന്ത് തീമാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ആൽബത്തിൻ്റെ മറവിൽ അതായിരുന്നോ ഉദ്ദേശം അയാളുടെ? ഇല്ലേ, ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ആൽബത്തിൻ്റെ മറവിൽ ഇയാൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? വേറെ ആരെ വെച്ച് ചെയ്താലും ചെയ്യാം. ഇയാളെ വിളിച്ച ഒരു പക്ഷേ വേറെ ഒരുപാട് പേര് ചാൻസ് ഒക്കെ നോക്കി നടക്കുന്നവരുണ്ടോ, അവർക്ക് വരുമായിരിക്കും. പക്ഷേ റീച്ച് കിട്ടൂല. രേണുവിനെ വെച്ച് തന്നാലേ റീച്ച് കിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്തായാലും ഇയാളുടെ ഭാര്യനും ഇയാളുടെ കുടുംബക്കാരെയൊക്കെ മൊത്തം ഇയാൾ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ഒരു പക്ഷേ ഇത് മുന്നേ കണ്ടിട്ടായിരിക്കാം. എൻ്റെ ഭാര്യയാണ്, ഭാര്യ പിന്നെ മുന്നിൽ നിർത്തിയ പിന്നെ പ്രശ്നമില്ലല്ലോ. അത് ഭാര്യ തന്നെയാണല്ലോ അല്ലേ. ഞങ്ങൾക്കൊന്ന് കുളിക്കണം, ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകണം, അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്ന് ഒന്ന് കിടക്കണം. അപ്പൊ ഞാൻ റിസോർട്ടിലേക്ക് വിളിച്ചിരുന്ന അവിടുത്തെ ചേച്ചീനെ വിളിച്ചിട്ട് ഒന്ന് സൗകര്യം ചെയ്ത് കൊടുക്കുവോ? അപ്പൊ അവരോട് പറയുന്നത് ഇവിടെ കോമൺ ആയിട്ട് ബാത്റൂം ഉണ്ട്, അവർ പോകുന്നില്ല. ഇവിടെ കോമൺ ആയിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാം, അതും അവർ സമ്മതിക്കുന്നില്ല. അവർക്ക് രേണുവിന് എടുത്തു വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വെച്ച റൂമാണ്, അതാണ് ക്ലീൻ ചെയ്തിട്ടതാണ്. അത് പുകയൊക്കെ നിറച്ച് ആകാശം പോലെ ആക്കിയിട്ട് ചെയ്യാൻ വെച്ച സാധനമാണത്. മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ട് അത്രയ്ക്കും ഗംഭീരമാക്കി ചെയ്യാൻ വെച്ച സാധനം. കൊച്ചിന് യോഗയില്ലാതെ പോയതാണ്. ചെയ്യുന്നില്ല അല്ല, അത് ഈ പറഞ്ഞ പോലെ ലിപ് ലോക്കിന്റെ സീൻ പറഞ്ഞു, അതൊക്കെ അക്സെപ്റ്റ് ചെയ്തു. ഡ്രസ്സ് മുഴുവൻ കണ്ടു. കൊച്ചിന് ഭാഗ്യമില്ലാണ്ട് പോയതാണ്. അയാളുടെ കൂടെ മുന്തിരി കഴിക്കാനായിട്ട് ഭാഗ്യമില്ലാണ്ട് പോയതാണ്. അയാൾക്ക് മുന്തിരി കഴിക്കാൻ ഭാഗ്യമില്ലാണ്ട് പോയെന്ന് പറ. അതിന്റെ നിരാശ ആളുടെ മുഖത്തുണ്ട്.
അവർ സമ്മതിച്ചു. പിന്നെ ഈ ആ ചപ്പലിന്റെ വില എത്രയാ? 600 സംതിങ് രൂപ, ഏകദേശം എത്ര വരും? 750 ബില്ലുണ്ട് നമ്മുടെ അടുത്ത്. നമ്മളിവിടുന്ന് എടുത്താ ഒക്കെ ഓൺലൈനിൽ എടുത്ത ഡ്രസ്സാണ്. 35,000-ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അവര് വായി തോന്നിയത് ഈ ചാനലുകാരും കൂടിയിട്ട് ജനങ്ങളെ അങ്ങ് പറ്റിക്കുകയാണ്. പക്ഷെ അത് വേറെ സെറ്റ് നോക്കണമായിരുന്നു അവർക്ക്. നമ്മളിവരെ ആരെയും പറ്റിക്കാനൊന്നും ചെയ്തിട്ടില്ല. ഇത് വെച്ചിട്ട് ഒരു കല വെച്ച ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാനേ ചിന്തിക്കുന്നില്ല. ഇത് വെച്ചിട്ട് ഇത് നമ്മുടെ തുളുമ്പി വരുന്നതാണ്. 30,000 കഴിഞ്ഞ് നടക്കുക, അത്ര തന്നെയുള്ളൂ. അവർക്ക് ആ ഒരു വിഷയം, അവിടെ എന്ത് വിഷയം ഉണ്ടായാലും കൈ നീട്ടി വാങ്ങാൻ ജനങ്ങളുണ്ട്. അവർക്ക് പറ്റിയ അവരുടെ അതേ കാറ്റഗറിയിൽ പെട്ട കുറച്ച് ആളുകളുണ്ട് അവർ സപ്പോർട്ട് ചെയ്യാൻ. ആ ആളുകൾക്ക് ആവശ്യമുള്ള സാധനം മാത്രം ചെയ്ത് ജീവിക്കാം. 1.5 മിനിറ്റോ 2 മിനിറ്റോ 60 സെക്കൻഡോ ഒക്കെ ഉള്ള വീഡിയോസ് ഇട്ട് അങ്ങ് പോയാൽ മതി അവർക്ക്. ഇപ്പൊ ഇത് ഡ്രോപ്പ് ചെയ്തില്ലേ ഈ ഒരു? അത് കഴിഞ്ഞു. മറ്റേ ലിപ് ലോഗിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ അത് ഞങ്ങൾ കൺവിൻസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവൾ പറയുന്നു അവർക്ക് എടുക്കാൻ പറ്റില്ല. എടുക്കുന്നത് ഇങ്ങനെ എടുക്കരുത്, ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ കഴുത്തിലേക്ക് ഇട്ടെടുക്കാം, ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അത് മാറ്റാം. അപ്പൊ ഈ കോസ്റ്റ്യൂം അതിന് പറ്റൂല. ഞാൻ ആദ്യം പറഞ്ഞു ട്രൗസർ ഇടണം എന്ന് പറഞ്ഞു. പക്ഷെ എടുക്കുന്ന സമയത്ത് എന്താവും പ്രശ്നം? കൂടുതൽ വൾഗാരിറ്റി ആവും. അത് ക്യാമറാമാൻ മാത്രമാണ് എടുക്കുന്നെങ്കിൽ എനിക്ക് നോക്കി എടുപ്പിക്കാം. അപ്പുറത്തെ യൂട്യൂബേഴ്സ് വായി നോക്കിയിരിക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാലേ, ഇയാളെ ആൽബം ആണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വല്ല ഏപ്പടത്തിന്റെ ട്രെയിലറും ഉള്ളതാണോ? ഇയാള് പറഞ്ഞ സീനുകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഇതാണോ ആൽബം? എടോ മനുഷ്യ, ഒരു സ്ത്രീയുടെ ശരീരഭാഗം കാണിച്ചുകൊണ്ട് നടക്കുന്നത് മാത്രമല്ല ആൽബം എന്ന് പറയണത്. അത് മാത്രം കാണാനായിട്ടല്ല നാട്ടുകാരിക്കുന്നത്. എന്ത് മനോഹരമായിട്ടുള്ള ആൽബം ഒക്കെ ഉണ്ട് നോക്ക്. താൻ അതൊക്കെ കണ്ടിട്ട് എടുക്കുക. എന്ത് ഷോർട്ട് ഫിലിം, എന്ത് ആൽബം, താൻ എന്താണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിന് പറ്റിയ ഭാര്യ അവളാണ് ആദ്യം വേണ്ടി അടിക്കണ്ടേ? എന്നാൽ പിന്നെ ആ പെണ്ണിനെ ചെയ്തൂടെ? തൻ്റെ ഭാര്യയെ വെച്ച് തനിക്ക് ചെയ്തൂടെ? ഇതിങ്ങനെ നിർബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ? തനിക്ക് കള്ളോ സിഗരറ്റോ അല്ലെങ്കിൽ റൂമോ ഒന്നും എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. തനിക്ക് തൻ്റെ ഭാര്യ വെച്ച് ചെയ്തുകൂടായിരുന്നോ? താൻ എന്തിനാണോ രേണുവിനെ വിളിച്ചു വരുത്തിയത്? ഇവര് സീസോലൊക്കെ ഇരുത്തിയിട്ട് അവളോട് പൊന്തു എന്ന് പറയാം. ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലാണ്ടായി പോയി, അല്ലെങ്കിൽ അവരൊക്കെ പൊന്തുവരുന്ന അവിടുന്ന്. അവരെന്താണ് ഈ പൊന്താൻ പറയുന്നത്, എന്താ പൊന്തിക്കാൻ പറയുന്നതെന്നൊക്കെ കാണാണ് ജനങ്ങള്. അതും ആ കുട്ടിക്കാണ്. അതൊക്കെ ഭയങ്കര വിഷമം കേട്ടാ. യൂട്യൂബേഴ്സ് സീസോലൊക്കെ രേണുവിനെ ഇരുത്തിയിട്ട് പൊന്തു എന്ന് പറഞ്ഞത് അയാൾക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നി. എന്തിനാ ഉദ്ദേശിച്ചിട്ടാണ് അവൾ ചെയ്തത്? ഇയാളുടെ ഉദ്ദേശം നല്ലായിരുന്നു. ഇയാളുടെ ഉദ്ദേശം ഉണ്ടല്ലോ, എന്താ ചെറിയ ഉടുപ്പിട്ട് നിൽക്കുക, മുന്തിരി കടിച്ച് കഴിക്കുക, പൂളിൽ ചാടുക, ബിക്കിനി ഇട്ടിട്ട് പൂളിൽ ചാടുക, അവിടെ വെച്ചിട്ടുള്ളൊരു സീൻ. പിന്നെ ഇയാളെ മുടി അഴിച്ചിട്ട് ഇയാളെ ഹഗ് ചെയ്യുക. പിന്നെ ഇത്രയും സീനുകൾ ഇവർ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞ സീനുകൾ വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് ആൽബം ആയിരിക്കും അത്? ആർക്കെങ്കിലും കാണാൻ പറ്റുന്ന ആൽബം ആയിരിക്കുമോ? എന്നിട്ട് പകൽ ഇപ്പൊ മാന്യത്വം പറയണ ആള്. ഡ്രസ് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ നമുക്കൊരാൾക്ക് XL, L, മീഡിയം, സ്മോള്, ഇതിന് താഴെ എന്താണുള്ളത്? അത്രയ്ക്കും. അതായത് എന്റെ മോന്റെ ട്രൗസർ പോലും കൊള്ളൂല. അത്രയ്ക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ഒരു സാധനം വാങ്ങിയാൽ കിട്ടൂല, ചെരുപ്പ് വാങ്ങിയാൽ കിട്ടൂല. ബോഡി ഷേമിങ്ങും വിളിച്ചു വരുത്തി അപമാനിച്ചതും, ഒരു പെണ്ണിനെ എങ്ങനെയൊക്കെ അപമാനിക്കാമോ അതുപോലെ അപമാനിച്ചതും പോരാണ് ഇപ്പോൾ ബോഡി ഷേമിങ് കൂടി. ശരിയാണ്, പലരും പറയുന്നത് രേണു ഇച്ചിരി കോളുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ ചായയും ബിസ്ക്കറ്റും കഴിച്ചു നടക്കണ രേണു പിന്നെ ഇത്ര ഉണ്ടാവും? അവരെങ്ങനെ ആയിക്കോട്ടെ. നിങ്ങൾ പിന്നെ എന്തിനാ ഇത്രയ്ക്ക് ശോഷിച്ച പെണ്ണിനെ ആൽബത്തിലേക്ക് വിളിച്ചത്? നിങ്ങളുടെ ആൽബത്തിൽ ഇങ്ങനെ സീനുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ വിളിച്ചാൽ പോരെ. നിങ്ങൾ എന്തിനാ രേണുവിനെ വിളിച്ചത്? അതിലൊക്കെ ആയതുകൊണ്ടല്ലേ, നിങ്ങളുടെ ആൽബത്തിൽ ആപ്റ്റ് ആയതുകൊണ്ടല്ലേ നിങ്ങൾ വിളിച്ചത്. അതെല്ലാം കഴിഞ്ഞ് അവരിപ്പോൾ അഭിനയിക്കില്ല. നിങ്ങൾ പറഞ്ഞ സീനുകൾ, ഒന്ന് ലിപ് ലോക്ക്, മറ്റൊന്ന് നിങ്ങളെടുത്ത് തുണി കുറച്ചുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങളെടുത്ത് പൊക്കുന്ന സീൻ, പിന്നെ മറ്റൊന്ന് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ മുന്തിരി വെച്ചിട്ട് അതെടുത്ത് കടിച്ച് കഴിക്കുന്ന സീൻ, പിന്നെ നിങ്ങളെ മേത്തേക്ക് വലിച്ചെടുക്കുന്നതും നിങ്ങളുടെ മുടി വലിച്ചെടുക്കുന്നതും, അങ്ങനെയുള്ള കുറച്ച് സീനുകൾ 5-6 സീൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ആ കണ്ടന്റ് ചെയ്യാൻ പറ്റൂല എന്ന് രേണു പറഞ്ഞപ്പോൾ നിങ്ങൾ അന്നാണ് രേണുവിനടുത്ത് പറഞ്ഞത്. അതിനുള്ളൊരു എക്സ്പ്രഷൻ നിങ്ങൾ തന്നിട്ടില്ല. ആ സ്ഥിതിക്ക് രേണു പറഞ്ഞത് അവനാണ് സാധ്യത എന്ന് എഴുതിക്കൊണ്ട് ഞാൻ രേണുവിനെ ന്യായീകരിക്കുന്നതല്ല കേട്ടോ. ഇത് കേട്ടെടുത്തോളം ഒരു സ്ത്രീ എന്ന നിലക്ക് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നത്. പക്ഷേ ഒരുപാട് പേര് രേണുവിനെ ഇഷ്ടമല്ലാത്തവരാണ് മാക്സിമം എൻ്റെ ചാനലിലുള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും എന്ന് കരുതിക്കൊണ്ട് എപ്പോഴും രേണുവിനെ കുറ്റം പറയുന്ന ഞാൻ ഈ പറയുന്ന പോലെ ഈ കാര്യത്തിൽ എനിക്ക് കുറ്റം പറയാൻ തോന്നുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇവൻ വലിയ നല്ല പുണ്യാളൊന്നുമല്ല. ഇവൻ്റെ വർത്താനം, ഇവൻ്റെ രീതിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം പക്ക ഫ്രോഡാണെന്നുള്ളത്. ഇവൻ്റെ മാത്രമല്ല, ഇവൻ്റെ ഭാര്യ അതിലും ഫ്രോഡായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ രേണു പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രേണുവിനെ നെഗറ്റീവ് അടിപ്പിക്കുന്നു. രേണുവിൻ്റെ ബോഡി കൊള്ളൂല, രേണുവിൻ്റെ അത് കൊള്ളൂല, രേണുവിൻ്റെ ഇത് കൊള്ളൂല. ഇതൊന്നും കൊള്ളൂല്ലെങ്കിൽ നീ എന്തിനാണ് ആൽബത്തിലേക്ക് വിളിച്ചത്? നീ എന്തിനാണ് രേണുവിനെ ആൽബത്തിലേക്ക് വിളിച്ചത്?
വിളിക്കണ്ടായിരുന്നു. രേണുവിനെ വേറെ ഇനോഗ്രേറ്റ് ചെയ്ത് രേണുവിന് പറ്റുന്ന രീതിയിൽ തൊഴിലും ചെയ്ത് ജീവിച്ചൂടെ? നിങ്ങൾക്ക് സഹതാപം കൊണ്ടാണോ? അയ്യോ രേണു കഞ്ഞി കുടിച്ച് പോട്ടെ, ഞാൻ പൈസ എന്തെങ്കിലും കൊടുക്കുമ്പോൾ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? എത്ര രൂപയാണ് കൊടുത്തത്? 5000 രൂപ. വെറും 5000 രൂപയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് 10, 15, 50 എന്നല്ലല്ലോ കൊടുത്തിരിക്കുന്നത്. ഇത്രയും മാത്രം സീൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന എമൗണ്ടാണ് 5000 രൂപ. ഒരാൽബത്തിന് രേണു മേടിക്കുന്നത് 10, 15 വലിയ എമൗണ്ട്. നിങ്ങൾ വിചാരിക്കണം വലിയ എമൗണ്ട് ഒന്നുമല്ല, വളരെ നിസ്സാരമായിട്ടുള്ള എമൗണ്ടാണ് രേണു മേടിക്കുന്നത്. അതിലും കൂടുതൽ വ്യൂസും അതിലും കൂടുതലും പൈസ രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ രേണുവിന് അതിലും കൂടുതൽ കിട്ടും, ദിവസം കിട്ടും രേണുവിന്. രേണുവിനെ ന്യായീകരിച്ചുകൊണ്ടൊന്നും വന്നതല്ല കേട്ടോ. രേണു ഇങ്ങനത്തെ സീനുകൾ അഭിനയിക്കാൻ തയ്യാറായതുകൊണ്ടാണല്ലോ, പലതിലും ഇയാൾ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് അയാൾ അതിലുകൾ വലുത്. രേണു അങ്ങനെ ഇങ്ങനെ തോണ്ടിയും പിടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ സീൻ ഇടുമ്പോൾ തന്നെ അത്യാവശ്യം റീച്ചിൽ പോകുന്നുണ്ട്. അവിടെ അതിനകത്ത് പുതിയ മുഖങ്ങളാണെങ്കിൽ പോലും അവനൊക്കെ നല്ലോണം വൈറലാകുന്നുണ്ട്, ആൾക്കാരിലേക്ക് അറിയപ്പെടുന്ന രീതി എത്തുന്നുണ്ട്. അപ്പം ഇയാളാണല്ലോ ആദ്യം കുടുങ്ങിയോ അങ്ങനെ എന്തോ ഒരു ആൽബത്തിൽ ഇവളെ രേണു സുധിയെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ രേണു സുധീനെ കൊണ്ടുവന്നോ? അപ്പോൾ എന്തുകൊണ്ട് ഇയാൾക്ക് വൈറലായിക്കൂടാ? ഇയാൾക്കും ആഗ്രഹം തോന്നി 4 ആൾക്കാർ അറിയണമെന്ന്. അങ്ങനെ രേണുവിനെ ഉപയോഗിച്ചു. അപ്പോൾ എക്സ്ട്രീമായിട്ടുള്ള മറ്റുള്ള ആൽബങ്ങളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് എക്സ്ട്രീമായിട്ടുള്ള കണ്ടന്റുകൾ അതിൽ കയറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് പേര് കിട്ടും. ഭർത്താവിനൊരു പേര് കിട്ടാൻ വേണ്ടി ഭാര്യയും ഒത്താശക്ക് കൂട്ടുനിൽക്കുന്നു. ആ പെണ്ണിനെ പറയണമല്ലോ, ഒരു പെണ്ണ്. എന്തായാലും രേണു സുധി ആ ബിക്കിനിയിട്ടുള്ള ഷൂട്ടിന് നിന്നില്ല. അതിന് അയാൾ പറഞ്ഞിരിക്കാൻ വെള്ളം അടിച്ചിരിക്കുന്നു, സിഗരറ്റ് ഇത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട്, ഇന്ന ബ്രാൻഡുകളാണ്. അവിടെയൊക്കെ വന്നിട്ട് രേണുവിന് ഷൂട്ട് ചെയ്യണേക്ക് മുമ്പ് രേണുവിന് ആ ബ്രാൻഡ് വേണം, ഈ ബ്രാൻഡ് വേണം, ആ സിഗരറ്റ് വേണം, അത് വേണം, ഇത് വേണം, ഇയാളുടെ കൂടെ കിടക്കണം, അങ്ങനെയൊക്കെ കുറേ ആവശ്യങ്ങൾ ഇയാളോട് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിന് തെളിവുകളൊന്നും ഈ പുള്ളിയുടെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ തെറ്റായ ആരോപണമല്ലേ? ഒരുപക്ഷെ ഇതൊക്കെ രേണു മിക്കവാറും എനിക്ക് തോന്നുന്നു കേസിന് രേണുവിൻ്റെ ആദ്യത്തെ വോയിസ് നിങ്ങൾ കേട്ടില്ലേ, ലീഗലി പോകാനുള്ള സാധ്യതകളുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഇയാൾ പെട്ട്. ഞാൻ അറിയാൻ സാധിച്ചത് ലീഗലി പോയാലും രേണുവിന് വലിയ സപ്പോർട്ടൊന്നുമില്ല അവിടെ. ലീഗലി രേണുവിന് വലിയ സപ്പോർട്ടൊന്നുമില്ല. രേണുവിന് അവിടെ പോയാൽ രേണുവിന് അവരെ ആക്റ്റീവ് ഇടും. അപ്പോൾ പിന്നെ ഇത് എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. നമുക്ക് നോക്കാം. എന്തായാലും ജീവിക്കാൻ വേണ്ടി എങ്ങനെയും ജീവിക്കാം എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ പേടിച്ചു പോകുന്ന, നമ്മൾ വിറച്ചു പോകുന്ന നിമിഷം നമ്മുടെ ലൈഫിൽ ഉണ്ടായേക്കാം. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ നോക്കേണ്ടത് രേണു തന്നെയാണ്. പിന്നെ നമ്മുടെ ഗുരുമന്ത്ര അപ്ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഗുരുമന്ത്ര അപ്ഡേറ്റിലേക്ക് പോവാം. വിഷു ഓഫറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗുരുമന്ത്രയിലെ ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ആവുന്ന ഒരു പ്രോഡക്റ്റാണ് മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ്. ഇത് വെറുതെ ധരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോൺസിന് എനർജി ഉണ്ട്, അത് നമ്മുടെ കാര്യങ്ങൾ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇത് റേക്കി എനർജൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ അല്ലെങ്കിൽ വേഗത്തിൽ നടക്കും എന്നുള്ളതാണ് റേക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഈ ബ്രേസ്ലെറ്റ് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ. ഗുരുമന്ത്രയിൽ കണക്ട് ചെയ്യുന്ന ഓരോരുത്തരുണ്ടല്ലോ, അവരോട് ഞാൻ പേഴ്സണലി കണക്ട് ചെയ്ത് അവരുടെ ആവശ്യം ഓരോന്ന് അറിഞ്ഞ ശേഷമാണ് നമ്മളത് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് അവരുടെ ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ എടുത്തിട്ടാണ് നമ്മൾ അവരുടെ ആവശ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇത് റേക്കി എനർജൈസ് ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പലരും വിളിച്ച് ചോദിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. പക്ഷെ നമ്മളുടെ ആവശ്യം അതായിരിക്കില്ല. നമ്മൾ വീട്ടിലുള്ള ഒരാൾ, ചുമ്മാ വീട്ടിൽ ഹൗസ് വൈഫ് ആയിക്കോട്ടെ, വീട്ടിലിരിക്കുന്ന ഒരാൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇട്ടിട്ട് കാര്യമില്ല. ഇത് പൈസ ഇൻകം വരുന്ന അല്ലെങ്കിൽ ഇൻകം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാർ ഇടണം. എങ്കിൽ മാത്രമേ ഈ സ്റ്റോൺസിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരാൾ, ഇൻകം ഇല്ലാത്ത ഒരാൾ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാണ്, ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും, ധൈര്യം ഉണ്ടാകും, പോസിറ്റിവിറ്റി ഉണ്ടാകും, നല്ല ഹാപ്പി ആയിട്ട് ആൾക്കിരിക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മുടെ ഈ ഒരു മണി മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു ബ്രേസ്ലെറ്റ് നമ്മൾ എന്തുകൊണ്ട് ഇടുന്നത്? മണി അട്രാക്ട് ചെയ്ത് നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതിനുള്ള സ്റ്റോൺസ് ആണല്ലോ ഇതിനകത്തുള്ളത്. മണി അട്രാക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അപ്പം ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, അവരൊക്കെയാണ് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇടേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത് നല്ലതായിരിക്കും. അതിൽ നമ്മൾ സിട്രയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ പൈറൈറ്റ് മണി അട്രാക്ട് ചെയ്യും. ഗ്രീൻ അവഞ്ചർ നമ്മളെ ലെക്ക് അട്രാക്ട് ചെയ്ത് നമ്മളിലേക്ക് ലെക്ക് കൊണ്ടുവരും. ഇത് ടൈഗർ ഐ ആണ്. നമുക്ക് കറേജ്, നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള നിരവധി സ്റ്റോൺസ് ആണ് ഈ ഒരു ബ്രേസ്ലെറ്റിലുള്ളത്. നമ്മുടെ ഗുരുമന്ത്രയിൽ കണക്ട് ചെയ്യുന്ന ഓരോരുത്തരും അവരുടെ ആവശ്യം ഞാൻ ചോദിച്ചറിഞ്ഞ് അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള
ബ്രേസ്ലെറ്റിലാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ മണി മാഗ്നറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യം എന്താണോ അതനുസരിച്ചുള്ള എല്ലാ ബ്രേസ്ലെറ്റിലുണ്ട്. കാരിയർ ഗ്രോത്ത് ആണെങ്കിലും ഫാമിലി ഇഷ്യൂ ആണെങ്കിലും ചിലവർക്ക് ചില പ്രശ്നങ്ങളുണ്ടാവും. അവരുടെ വീട്ടിൽ പലരും പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, വീട്ടിൽ വെക്കേണ്ടതുള്ളത് എന്താണ്, നമ്മൾ ചില സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മുടെ എല്ലാവർക്കും ഉപകാരപ്പെടും. ഇതുപോലെ ധരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മൾ വീട്ടിൽ വെക്കാനുള്ളതും നമ്മളെ മണി അട്രാക്ട് ചെയ്യാൻ, ലക്ക് അട്രാക്ട് ചെയ്യാൻ, പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്യാൻ, നമ്മുടെ വീട്ടിലുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ മാറ്റി നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള നിരവധി സാധനങ്ങൾ. അതിപ്പോൾ ബ്രേസ്ലെറ്റ് ആയിട്ട് തന്നെ വേണമെന്നില്ല, റിംഗ് ആയിട്ടാണെങ്കിലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും മാലയായിട്ടാണെങ്കിലും, അതല്ലെങ്കിൽ വീട്ടിൽ വെക്കാനുള്ള ഷോക്കേസിൽ വെക്കാൻ പറ്റിയ, കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും, പക്ഷേ അതിൻ്റെ എനർജി ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പേരിലാണ് നമ്മളിത് എനർജൈസ് ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. റേക്കി എനർജൈസിങ് ചെയ്തിട്ടാണ് എത്തിക്കുന്നത് കേട്ടോ. റേക്കി എനർജൈസ് എന്ന് വെച്ചാൽ ആസ് എ പേഴ്സൺ എനിക്കൊരു എനർജി ഉണ്ട്, നിങ്ങൾക്കൊരു എനർജി ഉണ്ടാവും. അത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം, നമുക്ക് എല്ലാവർക്കും ഒരു എനർജി ഉണ്ട്. ആ എനർജിയും ഈ സ്റ്റോൺസിന് ഒരു എനർജി ഉണ്ട്. യൂണിവേഴ്സിലുള്ള ഈ ഒരു സ്റ്റോൺസിനും ഒരു എനർജി ഉണ്ട്. ഈ സ്റ്റോൺസിൻ്റെ എനർജിയും നമ്മുടെ എനർജിയും കൂടി എടുത്തിട്ടാണ് നമ്മൾ റേക്കി എനർജൈസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആവശ്യങ്ങൾ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു പവർ കൊടുക്കും. ഈ സ്റ്റോൺസിൽ ഒരു പവർ കൊടുക്കും. ആ പവർ കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കും. ഒരുപാട് പേര് എന്നോട് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ നമ്മുടെ ആദ്യം മേടിച്ച കസ്റ്റമേഴ്സ് അവരുടെ ഫീഡ്ബാക്കിനോട് പറയുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. അവർ എന്നോട് താങ്ക്സ്. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ ഗുണങ്ങൾ നിങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യണതിന് ഒരുപാട് നന്ദിയാണ് എനിക്കുള്ളത് നിങ്ങളോട്. അപ്പോൾ നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവണം, നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ എനർജൈസ് ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തിക്കുന്നത്. അപ്പോൾ ഇത് വേണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇത് മണി മാഗ്നറ്റാണ്. മണി മാഗ്നറ്റ് ഞാൻ കാണിച്ചെന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യം ഈ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് വളരെ ചീപ്പ് റേറ്റിനാണ് നമ്മുടെ ഗുരുമന്ത്രയിൽ ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ വേറെ ഏത് പേജിൽ കയറി നോക്കിക്കോളൂ, ഏത് ആൾക്കാരോട് ചോദിച്ചാലും അവിടെ കൊടുക്കുന്നതിനേക്കാൾ ഒരുപാട് റേറ്റ് കുറവിനാണ് നമ്മൾ കൊടുക്കുന്നത്. മാത്രമല്ല നോർമൽ എനർജൈസിങ് എന്നല്ല നമ്മൾ ചെയ്യുന്നത്, റേക്കി എനർജൈസിങ് ആണ് ചെയ്യുന്നത്. ഒരു റേക്കി എനർജൈസിങ്ങിന് പുറത്ത് നമ്മൾ പോയി ചെയ്യുകയാണെങ്കിൽ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷേ നമ്മളത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് ഗുരുമന്ത്ര തരാണ്. ഇതെന്താണെന്ന് അറിയാലോ, കരിങ്ങാലി ബ്രേസ്ലെറ്റ്. ഈ കരിങ്ങാലി ബ്രേസ്ലെറ്റ് എത്ര ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നത്, നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ മമ്മൂക്ക, എല്ലാവരുടെയും കൈകളിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാം. ഇതൊക്കെ ഇവർ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഇവർ ചുമ്മാ അന്ധവിശ്വാസികളോ അല്ലെങ്കിൽ മണ്ടന്മാരൊന്നും ആയിട്ടൊന്നും അല്ല. ഇതിൻ്റെ പവറുകൾ അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ചറിയുന്നതുകൊണ്ടാണ് ഇവരത് ഇടുന്നത്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടുന്നതല്ല. ഇതെല്ലാം ഇതേപോലെ റേക്കായിരിക്കാം, പ്രാണിക്കായിരിക്കാം, അങ്ങനെ ഒരുപാട് ഹീലിംഗ് ഉണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും ഇവരൊക്കെ ഇത് ധരിക്കുന്നത്. ഈ ഓരോ സ്റ്റോൺസിനും ഓരോരോ ഗുണങ്ങളാണുള്ളത്. ഓരോ സ്റ്റോൺസും പല കാര്യങ്ങളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന യെല്ലോ കൊണ്ട് ഇത് സിട്രിനാണ്. ഈ സിട്രിൻ തന്നെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. അത് നാച്ചുറൽ സിട്രിനുണ്ട്, അതുപോലെ കോട്ടഡും ഉണ്ട്. അപ്പോൾ ഈ സിട്രിൻ ആണെങ്കിൽ നമുക്ക് പൈസ നമ്മളിലേക്ക് കൊണ്ടുവരും, നമുക്ക് കരിയർ ഗ്രോത്ത് കൊണ്ടുവരും, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സിട്രിൻ. ഇതാണ് ഈ മണി അട്രാക്ട് ചെയ്യുന്നു, മറ്റുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇത് ലക്ക് അട്രാക്ട് ചെയ്യുന്നു, കരിയർ ഗ്രോത്ത്. ഇത് നമ്മളെ ശത്രുക്കളിൽ നിന്നും അകറ്റുന്നു, അല്ലെങ്കിൽ ശത്രുക്കളോട് നമ്മൾ ധൈര്യത്തിൽ നിൽക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് തരുന്നു. അങ്ങനെ ഓരോ സ്റ്റോൺസിനും ഓരോരോ ഗുണങ്ങളാണ്. ഇത് മൊത്തം മിക്സഡാണ്. മിക്സഡ് അല്ലാണ്ട് ഒറ്റ ആണെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഗുരുമന്ത്രയിൽ കണക്ട് ചെയ്യുക. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വിഷു ഓഫർ വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ മേടിച്ചോ. വിഷു അത്താറായി, വിഷുവിൻ്റെ അന്ന് വരെ ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിവിധ ഈ റേറ്റിന് ഈ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. എല്ലാത്തിനും റേറ്റ് മാറും. പക്ഷേ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നിസ്സാര പ്രൈസിന് ഈ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ വിഷു ആവാറായി, അതുപോലെ അക്ഷയ തൃതീയ ദിനമൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനായിരിക്കും. അപ്പോൾ വിഷുവിനോ അക്ഷയ തൃതീയ ദിനത്തിനോ ഒക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ ഞാൻ കൊറിയർ ചെയ്യും. 2 ദിവസം നിങ്ങൾക്ക് കിട്ടും. വിഷുവിന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. ലേറ്റായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം. പോവേണ്ട, വിഷു ഓഫർ വരുന്നത് അതുകൊണ്ട് കണ്ടിട്ട് പോകാം. ഇതിലെ ആദ്യത്തെ ഓഫറാണ് മണി മാഗ്നറ്റ്. ഈ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് നമ്മൾ ഇതുവരെ ഓഫറിൽ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ വിഷുക്കാലത്ത് നിങ്ങളുടെ ലൈഫ് കൂടുതൽ അടിപൊളിയാക്കാനായിട്ട്, ഇനി മുന്നോട്ട് നല്ലൊരു വർഷം നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട്, പൈസയൊക്കെ അട്രാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്താനായിട്ട് മണി മാഗ്നറ്റ് ആണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മണി മാഗ്നറ്റ് എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരുപാട് പേർക്ക് അറിയാം. ഗുരുമന്ത്രയിലെ ഏറ്റവും കൂടുതൽ സെയിലാവുന്ന അല്ലെങ്കിൽ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്
ദാ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ്. വെൽത്ത് അട്രാക്ട് ചെയ്യാനും ഇൻകത്തിന്റെ ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാനും വെൽത്ത് അട്രാക്ട് ചെയ്യാനും ബിസിനസ് ഗ്രോത്തിനും കരിയർ സക്സസിനും ലക്ക് അട്രാക്ട് ചെയ്യാനും സക്സസ് അട്രാക്ട് ചെയ്യാനും ദാ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ നിങ്ങൾ റേക്കി എനർജൈസ് ചെയ്തിട്ട് ധരിച്ചോളൂ. റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇതെല്ലാം. ദാ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെലനൈറ്റ് പ്ലേറ്റ് നിങ്ങൾക്ക് ഞാൻ തരുകയാണ്. നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഈ സ്റ്റോൺസിനൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ ദാ ഈ ഒരു പ്ലേറ്റിൽ വെച്ച് ചാർജ് ചെയ്ത് ആ നെഗറ്റീവ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രേസ്ലെറ്റ് ഈ സ്റ്റോൺസ് ഉണ്ടല്ലോ നാച്ചുറൽ സ്റ്റോൺസ് ചാർജ് ചെയ്യാൻ ഒന്നും കൂടി ഒന്ന് പോസിറ്റീവ് എനർജി കൂട്ടി ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലേറ്റ് യൂസ് ചെയ്യാം. ഈ പ്ലേറ്റ് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഇത് നമ്മുടെ റൂമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രധാന വാതിലിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാവുക. ദാ പിന്നെ ദാ കരിങ്കാലി ബ്രേസ്ലെറ്റ്, പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന നമ്മുടെ കരിങ്ങാലി രുദ്രാക്ഷം സിൽവർ ക്യാപ്പിൽ ചെയ്ത മാല. പുരാതന കാലം മുതൽ പ്രാധാന്യമുള്ള കരിങ്ങാലി മാല നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരും. ദൃഷ്ടിദോഷങ്ങളിൽ നിന്നുമല്ല നിങ്ങളെ രക്ഷിക്കാൻ ഈ ഒരു കരിങ്കാലിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതെല്ലാം തരുന്നത്. ഇത് 4 നിങ്ങൾക്ക് ഓഫറിൽ ഞാൻ തരാണ്. ദൃഷ്ടിദോഷങ്ങളോ അല്ലെങ്കിൽ കാര്യതടസ്സങ്ങളോ സമാധാനമില്ലായ്മ അങ്ങനെ പല പ്രശ്നങ്ങളോ അലട്ടുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അപ്പോൾ ഈ വിഷുക്കാലത്ത് നിങ്ങൾക്കായിട്ട് ഗുരുമന്ത്രം കൊണ്ടുവന്നിരിക്കുന്ന ഓഫറാണ് കരിങ്കാലി ബ്രേസ്ലെറ്റ്. കരിങ്കാലി ബ്രേസ്ലെറ്റിൻ്റെ കൂടെ ദാ കരിങ്കാലി മാല സിൽവർ ക്യാപ്പിലാണ്. രുദ്രാക്ഷം ഉണ്ട് കേട്ടോ, 5 മുഖ രുദ്രാക്ഷമാണ്. 5 മുഖ രുദ്രാക്ഷത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാലോ. പാപങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മോചിപ്പിക്കാനായിട്ടും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഈ രുദ്രാക്ഷം സഹായിക്കും. എല്ലാവർക്കും ധരിക്കാവുന്ന ഒരു രുദ്രാക്ഷമാണ് 5 മുഖ രുദ്രാക്ഷം. കരിങ്ങാലിലും 5 മുഖ രുദ്രാക്ഷത്തിലും സിൽവർ കെട്ടിയുള്ള മാലയാണ് കേട്ടോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ദാ ഒരു സെലനൈറ്റ് പ്ലേറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തരാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ദാ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. ഇന്നു മുതൽ വിഷു വരെ നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടാകും. അപ്പോൾ അടുത്ത ഓഫർ നോക്കിയാലോ. അടുത്ത ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ദാ 7 ചക്രയാണ്. 7 ചക്ര ബ്രേസ്ലെറ്റ് ഞാൻ അനുമോൾക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുമോളും അത് അനുമോളുടെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങിലും അനുമോൾ അത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അനുവിനോട് പറഞ്ഞതും ഇത് തന്നെയാണ്. റേക്ക് എനർജൈസ് ചെയ്തിട്ടുള്ളതാണ്. അനുവിൻ്റെ നല്ല കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറഞ്ഞു. അനു അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാറ് റിസീവ് ചെയ്യാൻ വേണ്ടി പോയ സമയത്തും അനുമോളുടെ കയ്യിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. അനുവിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും മുന്നോട്ട് നല്ല നല്ല ഉയരങ്ങളിലേക്ക് ആളെത്തട്ടെ. ആ ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ അനുമോൾ ഓർത്തുപോയി. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതാ ഈ ഒരു ബ്രേസ്ലെറ്റ് 7 ചക്ര ബ്രേസ്ലെറ്റ് ആണ്. നമ്മുടെ ശരീരത്തിലുള്ള 7 ചക്രങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യുന്നു, എനർജൈസ് ചെയ്യുന്നു. നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനും മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് നമ്മളെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആക്കാനും നമ്മുടെ മുന്നോട്ടുള്ള തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മളെ മുന്നോട്ട് നയിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് 7 ചക്ര ബ്രേസ്ലെറ്റ്. ഇത് റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് ഗുരുമന്ത്രം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. കൂടാതെ രണ്ടാമത്തെ ഓഫറിൽ രണ്ടാമത്തെ പ്രോഡക്ട്സിൽ നമ്മളിതാ ഇതും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. കരിങ്കാലി ബ്രേസ്ലെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിങ്കാലിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പുരാതന കാലം മുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു മരമാണ് കരിങ്കാലി. അപ്പോൾ അതിൻ്റെ ബ്രേസ്ലെറ്റുകൾ നമ്മൾ നിത്യവും ധരിക്കുകയാണെങ്കിൽ നെഗറ്റീവ് എനർജി, ദൃഷ്ടിദോഷങ്ങൾ, നമുക്ക് ചുറ്റുള്ള കണ്ണ് എല്ലാം മാറാനായിട്ട് ഇതാ ഈ ഒരു ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ഈ ഒരു വുഡ്, ഈ മരം നമ്മൾ ഒരുപാട് സഹായിക്കും. അതിൻ്റെ ബ്രേസ്ലെറ്റ് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ദാ ഈ മാല കരിങ്കാലി രുദ്രാക്ഷം സിൽവർ കെട്ടിയ മാല. ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു മാലയാട്ടോ. ഈ മാല നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ സെലനൈറ്റ് പ്ലേറ്റ്. നമുക്കിതൊക്കെ പുറത്തോട്ടൊക്കെ പോയി നെഗറ്റീവ്സൊക്കെ നമ്മളെ ഏറ്റിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് തോന്നുവാണെങ്കിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഏക്കില്ല, കാരണം നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണല്ലോ. ഈ സ്റ്റോണിനെ ഏക്കത്തുള്ളൂ. ഈ സ്റ്റോൺ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാൻ വെക്കാം. ഇതിലേറ്റിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും പോയി ഈ ഒരു ബ്രേസ്ലെറ്റ് ചാർജ് ആകാൻ ഇത് മാത്രം മതി. പിന്നെ നമ്മുടെ റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഭയങ്കര കാം മൈൻഡോട് കൂടി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്ലേറ്റ് ആണ് കേട്ടോ, സെലനൈറ്റ് പ്ലേറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ ഗുരുമന്ത്രയിൽ നിന്ന് ഒരുപാട് പേര് പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ റീചാർജ് ചെയ്യാൻ, ചാർജ് കൂട്ടാൻ അല്ലെങ്കിൽ വീണ്ടും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദാ ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മളിപ്പോൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഇത് 4 എണ്ണമാണ് ഒരു കോമ്പോയിൽ വന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഓഫറാണ് മണി മാഗ്നറ്റ്
വെൽത്ത് അട്രാക്ട് ചെയ്യാനും സക്സസ് അട്രാക്ട് ചെയ്യാനും ബിസിനസ് ഗ്രോത്തിനും കരിയർ ഗ്രോത്തിനും നമുക്ക് ഒരുപാട് ഇൻകം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടാനൊക്കെ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന മണി ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് എന്നൊക്കെ പറയാം. ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ചാർജ് ചെയ്യാനുള്ള സെലനൈറ്റ് പ്ലേറ്റും ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കരിങ്കാലി ബ്രേസ്ലെറ്റ്, പിന്നെ കരിങ്കാലിയുടെ ജപമാലയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ജപമാല. 108 ബീഡാണ്. നമുക്കിത് കഴുത്തിലിടാനും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു ജപമാല, കരിങ്ങാലി ജപമാല. ഒരുപാട് പേര് ചോദിക്കുന്നതാണിത്. ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റിനാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് 4 പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് വളരെ നല്ലൊരു ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്തോളൂ, വേഗം ബുക്ക് ചെയ്യാം. പിന്നെ അടുത്തത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഓറ ഹെമിറ്റേറ്റഡ് ബ്രേസ്ലെറ്റ്. നമ്മളുണ്ടല്ലോ, നമുക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ അത് ചെയ്യും, അത് നമ്മൾ നടത്തിയെടുക്കും എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്നുമല്ല. നമ്മൾ തന്നെയാണ് ഒന്ന് ഡൗൺ ആയി താഴേക്ക് പോകുന്നത്. പക്ഷെ നമ്മളതൊന്നും വേണ്ട. നമ്മൾ സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിലുണ്ടല്ലോ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധൈര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. അത് നമ്മുടെ ഓറ നല്ല കറക്റ്റായിട്ടിരിക്കണം. നമ്മുടെ ഓറ നമുക്ക് വല്ല ദൃഷ്ടിദോഷങ്ങളോ കണ്ണേറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓറ സ്ട്രോങ് ആയിരിക്കില്ല. അതിങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിങ്ങനെ ബ്ലേഡ് ആയിട്ടിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, ഓറോ ഹെമിറ്റേറ്റഡ് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ ധരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓറ നല്ല സ്ട്രോങ് ആക്കി വെക്കാൻ പറ്റും. നമ്മുടെ ഓറ സ്ട്രോങ് ആണെങ്കിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനും തടസ്സങ്ങളൊക്കെ മാറാനൊക്കെ ഒരുപാട് ഉപകരിക്കുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ്. റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കരിങ്കാലി ഇല്ലാത്തൊരു പരിപാടിയില്ല. കാരണം കരിങ്കാലിക്ക് അത്രമാത്രം എനർജിയാണുള്ളത്, പോസിറ്റിവിറ്റിയാണുള്ളത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഗുരുമന്ത്രം ഇത് കൊടുക്കണ്ടേ? ഉറപ്പായിട്ടും ഇത് കൊടുക്കണ്ടല്ലേ? അതുകൊണ്ട് ഇത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ഇത് സെലനൈറ്റിൻ്റെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ, വൈറ്റ് കളറ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെലനൈറ്റ് ബ്രേസ്ലെറ്റ് ധരിക്കുന്നത് വളരെ നല്ലതാണ്. ബ്രേസ്ലെറ്റ് ഒക്കെ നമ്മൾ ധരിക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു സെലനൈറ്റ് ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ വയ്ക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെ ഒന്ന് എനർജറ്റിക് ആക്കാനോ നമ്മളിൽ ഒരു നെഗറ്റീവ്സും ഏക്കാതിരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള സ്റ്റോൺസിനും എപ്പോഴും ഒരു ഹെൽത്തി ആക്കി വെക്കാൻ, ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കാനായിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അടുത്ത ഓഫർ ധൻയോഗ് കോണാട്ടോ. നിങ്ങൾക്കിത് ധരിക്കാനായിട്ട്, നമുക്ക് ഈ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടല്ലോ ധരിക്കാനായിട്ട് ചിലർക്കൊക്കെ ഒരു മടി ഉണ്ടാവും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നിങ്ങളുടെ പേരിൽ എനർജൈസ് ചെയ്ത് തരാം. നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി. വീട്ടിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവർക്കും അത് ഉപകാരമാണ്. എല്ലാവരുടെ പേരിൽ നമുക്കിത് എനർജൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു പോസിറ്റിവിറ്റി കിട്ടും. നിങ്ങൾ പലതരത്തിലുള്ള വർക്ക് ചെയ്യുന്നവരായിരിക്കും, പഠിക്കുന്നവരായിരിക്കും, വീട്ടിലിരിക്കുന്നവരായിരിക്കാം, ഹൗസ് വൈഫൊക്കെ ഉണ്ടാവുമല്ലോ, വീട്ടിലിരിക്കുന്നവരൊക്കെ ആയിരിക്കാം. എങ്കിലും നിങ്ങൾക്കൊക്കെ ഒരു എനർജി ആയിട്ടിരിക്കാം. ഒരുപാട് വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു വരാനും നിങ്ങളുടെ ജോലിയിൽ വരുമാന മാർഗ്ഗം കൂട്ടാനും മണി ബ്ലോക്കേജ് ഒക്കെ മാറ്റി നെഗറ്റീവ്സ് എല്ലാം മാറ്റി പോസിറ്റീവ് എനർജി കൊണ്ടുവന്നത് നമ്മുടെ മണിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങളൊക്കെ, പൈസ വരാനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മളെ മൊത്തത്തിൽ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ കോണ് സഹായിക്കും. അതിനുള്ള സ്റ്റോൺസ് ആണ് ഈ ഒരു കോണിലുള്ളത്. കൺദൃഷ്ടിയൊക്കെ മാറ്റി വീട്ടിലുള്ള അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോൺ വാങ്ങി വീട്ടിൽ വെക്കുക. ഇത് എനർജൈസ് ചെയ്തിട്ട് നിങ്ങളുടെ പേരോ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞ് എനർജൈസ് ചെയ്തിട്ടാണ് നമ്മളിത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. വളരെ നിസ്സാര പ്രൈസിനാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വിഷുക്കാലത്ത് നിങ്ങൾക്കായി കൊടുക്കുന്നത്. ഇത് നമ്മൾ ഈ ഒരു വിഷുക്കാലത്ത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഓർഡർ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വിഷുക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകാൻ മറക്കരുത്. സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു വർഷം നിങ്ങളെ തേടിയെത്തട്ടെ. ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പേജിൽ DM ചെയ്താലും മതി. 5 ഓഫറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അടിപൊളി ഓഫറാണ്. വളരെ നിസ്സാര പ്രൈസിനാണ് നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നത്. പടക്കം പൊട്ടിക്കലും കമ്പത്തിരി കൊളുത്തിക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. എല്ലാവരും സൂക്ഷിച്ച് കൈകാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇതുപോലുള്ള നല്ല നല്ല സമ്മാനങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവട്ടെ. നമ്മൾ സ്നേഹിക്കുന്നവർക്കൊക്കെ നല്ലത് വരാനാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്കായിട്ട് ഈ ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കുക. ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അവരുടെ ലൈഫിൽ ഭാഗ്യവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞൊരു വർഷമായിരിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്. ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പേജിൽ DM ചെയ്താലും മതി.